ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. വനിതാ സംഘം യൂണിയൻ സമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ശ്രീമതി കൃഷ്ണമ്മ പ്രകാശൻ തുടങ്ങിയവരെ എല്ലാവരെയും ഈ ബഹുമാനായ സെക്രട്ടറിയും ശ്രീമതി ധർമ്മജയ സ്വാമി യൂണിയന്റെ ഭാരവാഹികളായ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ മധു അവർ, യൂണിയൻ പ്രസിഡന്റ് ശ്രീ വി എം ശശി അവർ, ബഹുമാനായ ശ്രീ ജി തങ്കപ്രസാദ് അവർ, യൂണിയൻ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഗണേഷ്. എന്നെ തിരക്കി വന്ന് വെള്ളാപ്പുഴ പ്രദേശത്തിരക്കി ഒരു എറുമ്പോലുള്ള തിരക്കി വരുന്നതെല്ലാം SNDP ജനറൽ സെക്രട്ടറിയാണ്. എന്തേ SNDP ജനറൽ സെക്രട്ടറി തിരക്കി വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മുടെ ബലം നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഇതെല്ലാം പല വിധത്തിലുള്ള ആളുകൾ വരുമ്പോഴെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ അവർ പല വിധത്തിലുള്ള സഹായവും സഹകരണവും. എൻ്റെ ശക്തിയല്ല, നമ്മൾ ഒന്നായി നിന്നാലേ നമുക്ക് നന്നാകാൻ സാധിക്കും എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പകൽ വരും, അതോടൊപ്പം തന്നെ BJPക്കാർ പകൽ വരും, NDA സ്ഥാനാർത്ഥികളെല്ലാം പകൽ വരും, കോൺഗ്രസ്സുകാർ രാത്രി വരും, മുസ്ലിം ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും വരികയില്ല. എന്താ ഈ മൂന്ന് തട്ടിൽ നമ്മൾ കാണാൻ കാര്യമില്ല. മുസ്ലിം ലീഗുകാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും SNDPക്ക് കൊണ്ട് കാര്യമില്ല. കാരണം SNDPക്കാരെ ആരെയും കണ്ടില്ലെങ്കിലും SNDP യോഗ നേതാക്കന്മാരെ കണ്ടില്ലെങ്കിലും അവരെ നയിക്കുന്ന ആളുകൾ ആരെയും എന്ന് നിങ്ങൾക്കറിയാം. കേരള കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ ആരാണ്? ആ ആളുകൾ ആരാണ് അവരെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ പോയി കാണും. അവർ ബിഷപ്പുമാരെ കണ്ട് അനുഗ്രഹ ആശീർവാദങ്ങൾ വാങ്ങി അവർ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ അവർ നോക്കും. കാരണം കേരള കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ ആ ഒരൊറ്റ സമുദായം തന്നെയാണ്. ആ മുസ്ലിം നേതാക്കന്മാർ നമ്മളാരെയും കാണാൻ പറയാറില്ല. കാരണം എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ജനകീയ അടിത്തറ മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാർക്ക് നമ്മളെ കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല, വരത്തില്ല. അതേസമയത്ത് കോൺഗ്രസ്സുകാർ നമ്മളെ കാണാൻ വരും, പക്ഷേ മുണ്ടിട്ട് വരാനുള്ളൂ രാത്രി. എന്തേലും മുണ്ടിട്ട് വരുന്നു ചോദിച്ചാൽ പകൽ വരുവാനുള്ള അവർക്കുള്ള ചങ്കുറ്റമില്ല, നാണമാണ് അവർക്ക്. കാരണം SNDP യോഗത്തെ പലപ്പോഴും നുള്ളുകയും മാന്തുകയും ജയിലിലടപ്പിക്കാൻ വേണ്ടി പ്രേരണ ചെലുത്തുകയും ചെയ്ത ആളുകളെന്ന നിലയിൽ അവർക്ക് നമുക്ക് പകൽ വന്ന് കാണാൻ അവർക്ക് മടിയാണ്. ആര് വന്നാലും അവരോട് ഒരു വിദ്വേഷവും ഞാൻ പുലർത്താറില്ല. നിങ്ങളൊന്ന് ആലോചിക്കുമോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നൗഷാദിനെ കൊടുത്തതുപോലുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വർഗീയവാദിയായി. എന്നെ പിടിച്ച് ജയിലിലിടണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതും KPCC പ്രസിഡന്റ്. അതിന് ഉത്തരവിട്ട് എന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചതും അന്നത്തെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന രമേശ് ചെന്നിത്തല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു NSS കരയോഗ സെക്രട്ടറിക്ക് ഈ അനുഭവമായിരുന്നുവെങ്കിൽ രമേശ് ചെന്നിത്തല ഉത്തരവിടുമായിരുന്നോ? ഇടുകയില്ല. എന്നോട് എന്തു ആകാമെന്നുള്ളത് കൊണ്ടിട്ട്. പക്ഷേ ഒരു കോടതി ഉണ്ടായതുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും ആ കുറ്റബോധമുള്ളത് കൊണ്ടും എന്നെ കാണാൻ വരാൻ നാണമാണെന്ന് മാത്രമല്ല, പകൽ വരുന്നവർക്ക് കൂടുതൽ നാണമായതുകൊണ്ട് രാത്രിയെല്ലാം വരും. എനിക്ക് ഒരു വിരോധം അവരോടില്ല. അവർ വരും, അവരുടെ കാര്യം പറയും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ വിടും. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും BJPക്കാരും പകൽ വരും, അവർ പറയും, അവർ പോകും. പക്ഷേ നിങ്ങളോട് ആരോടും ഈ സന്ദർഭത്തിൽ വോട്ട് ചോദിക്കാനല്ല ഞാൻ വരുന്നത്. നിങ്ങൾക്ക് ആർക്കും ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് വോട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ വീട്ടിൽ ആൾ കൂടിയെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണെന്നും വരുന്നത് ആരാണെന്നും ഞാനൊന്ന് കണക്ക് തിരിച്ച് പറയണ്ടേ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വാതപ്രാസംഗൻ ഇത് പറഞ്ഞപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിച്ചില്ലെങ്കിൽ തെറ്റായി പോകും.
രാവിലെ പറഞ്ഞ ഉച്ചയ്ക്ക് പറയല, ഉച്ചയ്ക്ക് പറഞ്ഞ വൈകുന്നേരം പറയല, വൈകുന്നേരം പറഞ്ഞ രാത്രി പറയല, എന്നെപ്പറ്റി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിയാണ് ഈ പറഞ്ഞത്. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മാറി മാറി പറയുന്നവരാണ്, മാറി മാറി കൂട്ടുബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരാണ് രാഷ്ട്രീയക്കാരല്ലേ. കണ്ടാൽ ആ തിന്മയെ എതിർക്കും. നരേന്ദ്രമോദിയിൽ നല്ലത് കണ്ടാൽ അത് പറയും, നരേന്ദ്രമോദിയിൽ മോശം കണ്ടാൽ അത് പറയും. പിണറായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ നല്ലതെന്ന് കണ്ടാൽ അത് പറയും, അദ്ദേഹത്തിൽ ചീത്ത കണ്ടാൽ നമ്മൾ പറയും. ഓരോന്നും മാറി മാറി പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ മാറി മാറി പറയുന്നു എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് നീതി കിട്ടാൻ വരുമ്പോൾ ഞാൻ പറയണ്ടേ. അപ്പോൾ ഞാൻ ഒരു പാർട്ടിയുടെ സ്തുതിപാഠകനല്ല. ഞാൻ SNDPO ജനറൽ സെക്രട്ടറി എന്നതിൽ എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് കിട്ടുവാനും പറയുവാനും അതിനുവേണ്ടി ശബ്ദിക്കുവാനുള്ള ബാധ്യത എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാരുടെയും തടവറയല്ല, ഒരു രാഷ്ട്രീയക്കാരുടെയും വാലല്ല, ചൂലല്ല. ആ വാലും ചൂലുമായി നിന്ന് പ്രവർത്തിക്കാതെ നമ്മുടേതായ അവസ്ഥ നേടുവാൻ ഇപ്പം തന്നെ നിങ്ങൾ പറയുന്നു, ദാരിദ്ര്യം വന്നു, വെള്ളപ്പൊക്കം വന്നു, ദുരിതം വന്നു, വീടില്ല. എന്തേ ഈ രാജ്യത്ത് വീടില്ലാത്തവരായും ദാരിദ്ര്യം ദുഃഖം അനുഭവിക്കുന്നവരായും നമ്മൾ മാറി? ബാക്കിയുള്ളവർക്ക് ദുരിതം എന്തേ ഇല്ലാത്തത്? ഭൂമിയുള്ളവരെ, ഭൂമി ഇല്ലാത്തത്. ഇപ്പം നിങ്ങൾ വളരെ ആഘോഷമായി ഇത് കൊണ്ടുപാടുന്നു. എത്ര കൊല്ലം പഴക്കം. ഒരുപക്ഷെ ഗുരുദേവൻ ആദ്യം അനുവദിച്ചു കൊടുത്ത ശാഖയിൽ പെടുവായിരിക്കും 262 എന്ന് പറയുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ശാഖയാണെന്ന് തോന്നുന്നു.